وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീർഘങ്ങളാണ് ഈ ആയത്തിൽ കാര്യമായി നാം ശ്രദ്ധിക്കേണ്ടത്. അൽ അസ്മാ, അൽ മലായിക, ബി അസ്മായി, ഹഉലാഇ, ഇവിടെയെല്ലാം 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. ഈ ദീർഘങ്ങളെല്ലാം 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അംബിഊനി എന്ന വാക്കിൽ മണിക്കേണ്ടതാണ്. ഈ നിയമത്തിനാണ് അൽ ഇഖ്ലാബ് അല്ലെങ്കിൽ അൽ ഖൽബ് എന്ന് പറയുക. സാക്കിനായ നൂന്റെ ശേഷം ബാ വന്നു. 2 ചുണ്ടുകളും മൃദുലമായി അടച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനെ മീമിന് സ്വരമാക്കി മാറ്റേണ്ടതാണ്. ഇൻ കുൻതും, അവിടെ 2 സ്ഥലങ്ങളിലും ഇഖ്ഫാഉൻ ഹഖീഖിയാണ് നിയമം. മണിച്ചുകൊണ്ട് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിന്റെ തുടർച്ചയാണ്. അതായത് 2-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുകയാണ് എന്ന വിവരം മലക്കുകളെ അറിയിച്ചപ്പോൾ ആ മലക്കുകൾ പറഞ്ഞ മറുപടി, ഭൂമിയിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ അവിടേക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന ചോദ്യമായിരുന്നു. ഇക്കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെയായി പഠിക്കുകയുണ്ടായി. ഞങ്ങൾ മലക്കുകൾ തസ്ബീഹും തഖ്ദീസും ഒക്കെ നടത്തി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ മനുഷ്യരെ സൃഷ്ടിക്കേണ്ട യുക്തി എന്താണ് എന്ന വിഷയത്തിലെ മലക്കുകളുടെ ധാരണ തെറ്റാണ് എന്ന് അള്ളാഹു അവർക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുക്കുന്നതാണ് സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ആദം അലൈഹിസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അവയെ, ആ പേരുകളെ, ആ വസ്തുക്കളെ കാണിച്ചു കൊടുത്തതിന് ശേഷം മലക്കുകൾക്ക് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവയുടെ പേരുകൾ പറയുവാൻ വേണ്ടി അള്ളാഹു അവരോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ മനുഷ്യൻ എന്ന നിലയിൽ ആദം നബി അലൈഹിസ്സലാമയുടെ സ്ഥാനവും മഹത്വവും മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഭൂമിയിൽ ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട മലക്കുകളുടെ അജ്ഞത അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു ആദം നബി അലൈഹിസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇമാം തൊബരി റഹിമഹുല്ലാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമുള്ള വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, ഈ വിഷയത്തെക്കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലമല്ലാഹു ആദമൽ അസ്മാഅ കുല്ലഹ,
അള്ളാഹു ആദമിന് മുഴുവൻ പേരുകളും പഠിപ്പിച്ചു. വഹിയ ഹാദിൽ അസ്മാഉല്ലതി യതആറഫു ബിഹന്നാസ്, അത് ജനങ്ങൾക്ക് പരിചയമുള്ള ഈ പേരുകളാണ്. ഏതുപോലെ ഇൻസാനും വദാബത്തുൻ, അതായത് മനുഷ്യൻ എന്ന ജന്തുക്കൾ എന്ന പേര് പോലെ, വഅറളും വസഹലും വബഹറും വജബലും വഹിമാറും വഅശ്ബാഹു ദാലിക, ആകാശം, കര, കടൽ, മല, കഴുത, അതുപോലെയുള്ളത്, മിനൽ ഉമമി വഗൈറുഹ, ആ ഗണത്തിൽപ്പെട്ടതും അതല്ലാത്തതും അവിടെ ആദം നബി അലൈഹി സ്വലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അള്ളാഹു ആദം നബി അലൈഹി സ്വലാമക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ കഴിയും. എന്നാൽ അതിൽ പ്രബലമായ അഭിപ്രായം ഇവിടെ എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് എല്ലാത്തരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള തഫ്സീറിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാര് നമുക്ക് അറിയിച്ചു തരികയാണ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ വിഷയം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അധ്യായം തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിൽ അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നത് ഹദീസു ഷഫാഅത്ത് അഥവാ ശുപാർശയുടെ ഹദീസ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഇതിന് തെളിവായിക്കൊണ്ട് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുക്കുന്നത്. എന്താണ് ആ ഹദീസിൽ പഠിപ്പിക്കുന്നത്? നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ മുഴുവൻ മഹ്ശറയുടെ സഭയിൽ ഭീതിയിൽ നിർത്തുന്ന സമയത്ത് അതിന്റെ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവോട് ഒന്ന് ശഫാഅത്ത് പറയുവാനായി ആളുകൾ ഓരോ നബിമാരെയും സമീപിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന്ത്യനാളായി കഴിഞ്ഞാൽ ജനങ്ങൾ ചിലരിലേക്ക് ഓടിപ്പോകുകയാണ്. അവിടുത്തെ പ്രയാസം കൊണ്ട് ജനങ്ങൾ ആദം അലൈഹിസ്സലാമിന്റെ അടുക്കലെത്തും. എന്നിട്ട് ജനങ്ങൾ ആദം അലൈഹിസ്സലാമിയോട് പറയും, താങ്കളുടെ സന്തതികൾക്കായി ശഫാഅത്ത് പറയണമെന്ന്. അപ്പോൾ ആദം അലൈഹിസ്സലാം വിനയത്താലും വിഷയത്തിന്റെ ഗൗരവത്താലും പറയുകയാണ്, ഞാൻ അതിന് ആളല്ല എന്ന്, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സമീപിക്കണമെന്ന് ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീലാകുന്നു എന്ന്. അങ്ങനെ അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അരികിലെത്തും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, ഞാൻ അതിന് ആളല്ല, നിങ്ങൾ മൂസ അലൈഹിസ്സലാമിനെ സമീപിക്കണമെന്ന്, കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീമാകുന്നു എന്ന് പറയും. അങ്ങനെ മൂസ അലൈഹിസ്സലാമിയുടെ അടുക്കൽ ആ ജനങ്ങൾ എത്തപ്പെടുകയാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറയും, ഞാൻ ഈ ശഫാഅത്ത് നിർവഹിക്കുവാൻ ആളല്ല, നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിനെ സമീപിക്കുക എന്ന്, കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ റൂഹും കലിമത്തുമാകുന്നു എന്ന്. അങ്ങനെ അവർ ഈസാ അലൈഹിസ്സലാമിയുടെ അടുക്കലെത്തും. അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറയും, ഞാൻ അതിന് ആളല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുക എന്ന്. അങ്ങനെ ആ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ശഫാഅത്തിനുള്ള അനുവാദം വാങ്ങുകയും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയും സ്തുതിവചനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുകയും ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനായി വീഴുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയും, മുഹമ്മദ്, താങ്കളുടെ തല ഉയർത്തു, താങ്കൾ പറഞ്ഞുകൊള്ളുക, താങ്കളുടെ സംസാരം കേൾക്കപ്പെടും, താങ്കൾ ചോദിച്ചുകൊള്ളുക, താങ്കൾക്ക് നൽകപ്പെടും, താങ്കൾ ശഫാഅത്ത് പറഞ്ഞുകൊള്ളുക, താങ്കളുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ഈ ശഫാഅത്താണ് അശ്ശഫാഅത്തുൽ ഖുബ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ശഫാഅത്ത്. ഇത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അള്ളാഹു അനുവദിച്ചിട്ടുള്ള ശഫാഅത്താണ്. വളരെ പ്രസിദ്ധമായ ഈ ഹദീസിലാണ് ആദം നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന കാര്യം വന്നിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയും, ജനങ്ങളെ മുഴുവൻ മഹ്ശറയുടെ സഭയിൽ ഭീതിയിൽ നിർത്തുന്ന സമയത്ത് അവർ ആദം അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് ആ ജനങ്ങൾ പോയി പറയുകയാണ്, അൻത അബുന്നാസ്, അങ്ങ് ജനങ്ങളുടെ എല്ലാം പിതാവാണ്, ഖലഖക്കല്ലാഹു ബിയദിഹി, അള്ളാഹുവിന്റെ തിരുകരങ്ങൾ കൊണ്ടാണ് അങ്ങയെ അള്ളാഹു പടച്ചത്, വഅസ്ജദ ലക മലായികതഹു, അങ്ങേക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിക്കുകയുണ്ടായി, വഅല്ലമക അസ്മാഹ കുല്ലി ഷൈഇൻ, അങ്ങേക്ക് എല്ലാ വസ്തുക്കളുടെയും നാമം പഠിപ്പിക്കുകയുണ്ടായി എന്ന്. കണ്ടോ സഹോദരങ്ങളെ, എന്താണ് ഇവിടെ ആദം നബി അലൈഹിസ്സലാമിയോട് ജനങ്ങൾ പറയുന്നത്? അങ്ങേക്ക് എല്ലാ വസ്തുക്കളുടെയും നാമം പഠിപ്പിക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് എന്താ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം അലൈഹിസ്സലാമക്ക്
എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഈ ഹദീസിൽ പറയുന്നതോ ആ പേരുകൾ അത് കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ഉണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അത് അറിയാനും പഠിക്കാനുമൊക്കെ പേരുകൾ അത് വലിയ പങ്കാണ് സഹോദരങ്ങളെ നിർവഹിക്കുന്നത്, അല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വസ്തുക്കളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാനും അങ്ങനെ ഒരു പുരോഗമനത്തിന്റെ പാതയിലേക്ക് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നതും അത് അവന് ലഭിച്ച ഭാഷയാണ് സഹോദരങ്ങളെ. ആ ഭാഷ ആരംഭിക്കുന്നത് അത് അക്ഷരങ്ങളിൽ നിന്നല്ല, മറിച്ച് ആ ഭാഷ ആരംഭിക്കുന്നത് അത് പേരുകളിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ വസ്തുക്കളുടെയും ഗുണങ്ങൾ മനസ്സിലാക്കി ആ വസ്തുവിന് ഇന്നതാണ് പേര് എന്ന് സ്ഥിരപ്പെടുത്താൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അനുഗ്രഹത്തെ കുറിച്ചാണ് ആദം അലൈഹിസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അവൻ പഠിപ്പിച്ചു എന്ന ആയത്ത് ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് എടുത്തു പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് അല്ലമഹു ഇസ്മ കുല്ലി ഷൈഇൻ, അദ്ദേഹത്തെ പഠിപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും പേര് ഹാദാ ജബലും വഹാദാ ബഹറും വഹാദാ ഖദാ വഹാദാ ഖദാ ലികുല്ലി ഷൈഇൻ, ഇത് പർവ്വതമാണ്, ഇത് കടലാണ്, ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ്, അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും പേര് പഠിപ്പിച്ചു എന്നാണ്. പിന്നീട് പ്രദർശിപ്പിച്ച ഈ വസ്തുക്കളുടെ എല്ലാം മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. ഫഖാല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അംബിഊനി ബിഅസ്മാഹി ഹൗലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഇവയുടെ പേരുകളെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ എന്ന്. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു മലക്കുകളോട് ഇവയുടെ പേരുകളെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അള്ളാഹു അവരോട് ഒപ്പം പറയുന്ന ഒരു കാര്യമാണ് ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ എന്ന്. ഇപ്രകാരം അള്ളാഹു നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ എന്ന് പറയുവാനുള്ള ഒരു കാരണം താബിഈങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു റിവായത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വൻ നിഹായിൽ, ഇബ്നു കസീർ റഹിമഹുല്ലാഹയുടെ വളരെ പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥമാണ് അൽ ബിദായ വൻ നിഹായ. അതിലും അതുപോലെ തന്നെ ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലൊക്കെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയം മലക്കുകൾ പറയുകയുണ്ടായി, നമ്മുടെ റബ്ബ് ഒരു സൃഷ്ടിയെയും പടക്കുന്നില്ല നമ്മൾ അവരെക്കാൾ അറിവുള്ളവരായിട്ടല്ലാതെ എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സൃഷ്ടിയെ പടച്ചു കഴിഞ്ഞാലും അവരൊന്നും നമ്മുടെ അത്ര അറിവുള്ളവരാവുകയില്ല എന്ന മലക്കുകളുടെ ഈ സംസാരത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ്, ഒരു പരീക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം അലൈഹിസ്സലാമക്ക് കാണിച്ചു കൊടുത്ത ആ പേരുകളെല്ലാം നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ഈ സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാര് നമുക്ക് അറിയിച്ചു തന്ന അറിവ് കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും വിശദീകരണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.